ജി സുകുമാരൻ നായർ 24-നോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടാണ്, കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം. ആള് കൂടുന്നതിലല്ല കാര്യം, ശബരിമലയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നാണ് നോക്കേണ്ടത്. കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആര് എന്ന തർക്കമാണ് എന്നും ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം: ഈ ആഗോള സംഗമം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമോ? ഞാൻ അതൊന്നും വിലയിരുത്തുന്നില്ല. ഇവിടെ കാര്യം നടക്കണമെന്നാ. ശരി. ഈ വരുന്നതും ആള് കൂടുന്നതും മാത്രം ആ ഒരർത്ഥവും. ആളുകളെ ആർക്ക് വേണേലും കൂട്ടാം. പക്ഷെ കാര്യം നടത്തുന്നതിലാണ് അതിന്റെ. ടോബി ജോൺസൺ ആണ് ജി സുകുമാരൻ നായരോട് സംസാരിച്ചത്. ടോബിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ടോബി, ആളില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനവും വിവാദവും ഒക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കെ അതിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ BJPക്ക് വിമർശനമുണ്ട്, കോൺഗ്രസിന് വിമർശനമുണ്ട്. ഇതൊന്നും നമ്മൾ ഇതിനു മുൻപ് കേൾക്കാത്ത തരത്തിലേക്കുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. LDF സർക്കാരിൽ പൂർണ്ണമായി അദ്ദേഹം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണോ നമ്മളോട് സംസാരിച്ചത്? പ്രത്യേകിച്ച് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സർക്കാർ പോവുകയാണ്. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ യുവതി പ്രവേശം അടുത്തത് ഘട്ടവുമായി തുടർന്ന് പോകാമായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും കടക്കാതെ അത് സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ചില ഉറപ്പുകൾ, അത് ലംഘനം ഉണ്ടാകില്ല എന്ന ഉറപ്പുകൾ തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് സർക്കാർ. എന്നാൽ മറുഭാഗത്ത് എന്ത് ചെയ്തു BJPയും കോൺഗ്രസും എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിലവിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിലും അതിരൂക്ഷ വിമർശനം, അതാണോ അദ്ദേഹം ഉന്നയിച്ചത്? ടോബി. അനുജ, തീർച്ചയായിട്ടും നമ്മൾ മുൻ വർഷങ്ങളിൽ മുൻപൊക്കെ കണ്ടിട്ടുള്ളത് ഒരു സമദൂര നിലപാട് സ്വീകരിക്കുന്ന NSSനെയാണ്. പലപ്പോഴും LDFുമായി ഇടഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ സർക്കാരുമായി, ഇടത് സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന NSSനെയാണ് കണ്ടിട്ടുള്ളത്. പല വിഷയങ്ങളിലും നിശിതമായി വിമർശിക്കുന്ന സുകുമാരൻ നായരെയാണ് കണ്ടിട്ടുള്ളത്. ഇടത് നേതാക്കളെ വിമർശിക്കുന്ന സുകുമാരൻ നായരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ ദേവസ്വം പ്രസിഡന്റ് നേരിട്ട് വന്നാണ് അദ്ദേഹത്തെ ഈ NSSനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അതുപോലെ നടത്തുമോ ഇല്ലയോ എന്ന് നോക്കണം, അതാണ് ഞങ്ങൾ നോക്കുന്നത്, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ അയ്യപ്പ സംഗമം കഴിയുമ്പോൾ NSS പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്ന് വേണം വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട്, അതും LDF സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നമുക്കറിയാം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾ കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുകുമാരൻ നായർ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം അന്ന് വലിയ എതിർപ്പ് ഉയർന്നു വന്നതാണ്. അന്ന് BJPയും കോൺഗ്രസും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നു. ആ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആദ്യം രംഗത്തിറങ്ങിയത് NSS ആണ്. അന്ന് തങ്ങളോടൊപ്പം ആരുമില്ലായിരുന്നു, BJPയോ കോൺഗ്രസോ ഇല്ലായിരുന്നു. ആള് കൂടുന്നത് കണ്ടിട്ടാണ് അവർ തങ്ങൾക്കൊപ്പം ഇറങ്ങിയത് എന്നാണ് സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞു വെച്ചത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ആള് കൂടുന്നതിലല്ല കാര്യം, ഈ കാര്യങ്ങൾ, ശബരിമലയിലെ കാര്യങ്ങൾ, ആചാര സംരക്ഷണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ആര് കൂടുന്നതിലല്ല കാര്യങ്ങൾ, എങ്ങനെ കാര്യങ്ങൾ നീക്കുന്നു അത് ആണ് നോക്കേണ്ടത്. ആർക്ക് വേണേലും ആളെ കൂട്ടാം, കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരെന്നുള്ള തർക്കങ്ങളാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം അത് പരാജയപ്പെട്ടു എന്ന് പറയുന്ന കോൺഗ്രസിനും BJPക്കുമുള്ള ഒരു മറുപടിയായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. എന്തായാലും LDFുമായി അല്ലെങ്കിൽ സർക്കാരുമായി NSS കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. ഒരുപക്ഷെ മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും പിന്തുണകളുമാണ് നമ്മൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്ന് കൂടിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. VN വാസവന്റെ ഒരു പ്രതികരണം നമ്മൾ അല്പസമയം മുൻപ് കേട്ടതിൽ നിന്നും അവർ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് സർക്കാർ പറയേണ്ട മറുപടി NSS പറഞ്ഞു എന്നുള്ള നിലയിൽ തന്നെയാണ് സർക്കാരും ഇടതുപക്ഷവും ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ NSSന്റെ നിലപാട് എന്ത് എന്ന് സംബന്ധിച്ചുള്ള വലിയൊരു ആശങ്ക സർക്കാരിനും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറിയിരിക്കുന്നു. അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ അതൊരു വിജയമാണെന്ന്, പരാജയമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ അതൊരു വിജയമാണെന്ന് NSS ഒപ്പം നിന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അല്പസമയം മുമ്പ്
മന്ത്രി വി എൻ വാസവനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്നാൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള സർക്കാരിന്റെ നിലപാടുകൾ എങ്ങനെ എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ വാസവൻ തയ്യാറായില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം മുൻപ് സ്വീകരിച്ച നിലപാടുകൾ ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത ഇനിയും സർക്കാർ വരുത്തേണ്ടതുണ്ട്. ഏതായാലും NSS പറയുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് സർക്കാർ നിലകൊണ്ടത് എന്നാണ് NSS പറഞ്ഞു വെക്കുന്നത്. അന്ന് വേണമെങ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമായിരുന്നു, അതിന് സർക്കാർ തയ്യാറായില്ല. അതിന്റെ അർത്ഥം ആചാര സംരക്ഷണം തന്നെയാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്നാണ്. അതായത് ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു തർക്കം അത് NSSുമായി പറഞ്ഞു അതാണ് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. അതിന്മേലുള്ള തുടർ പ്രതികരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.